ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അറബികളുടെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ഫരീദാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പിയുടെ ഷോർട്ട് ഇട്ടൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ റെസിപ്പി എന്താണെന്ന് കാണിക്കാമോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ അരിഞ്ഞും ചതച്ചും കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെജിറ്റബിൾസും ആവശ്യമാണ്, പിന്നെ നമുക്ക് ചിക്കനും വേണം. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നീ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇതിൽ മൂന്നെണ്ണം ഉപയോഗിക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ഒരു 2 സബോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു കളർ മാറി വൈറ്റ് കളറാവുന്ന സമയം നമ്മളിതിലേക്ക് ഒരു 4-5 പച്ചമുളക്, അതുപോലെ തന്നെ 2 തക്കാളി, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉണക്ക നാരങ്ങയാണ്. അത് ഞാൻ 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അറബിക് മസാല ഒരു 6 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ആവശ്യമാണ് കേട്ടോ. അതായത് 250 ഗ്രാം ചിക്കൻക്ക് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ്. അങ്ങനെ ഞാനൊരു 6 ടേബിൾ സ്പൂണിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ഒന്ന് വഴറ്റി മസാലയ്ക്ക് ഒന്നിട്ട് നല്ല മണം വരുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 3 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതായത് 250 ഗ്രാം ചിക്കനാണെങ്കിൽ 1 ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഞാനിവിടെ 3 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ 3/4 കിലോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത അറബിക് മസാല തന്നെയാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. ഇനി നന്നായിട്ട് അടച്ച് ഈ ഒരു ചിക്കൻ ഒരു 80% ഒന്ന് വേവാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളിട്ട് കൊടുക്കണം. ഇതിൽ ഞാനാണെങ്കിൽ വഴുതനങ്ങ, ക്യാരറ്റ്, അതുപോലെ കൂസ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, ഇവിടെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ കുറച്ച് ഐറ്റം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ചിരവക്ക, ഇതൊക്കെ ഇട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ലാസ്റ്റിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ്. എത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഇതാണെങ്കിൽ ഒരു വെള്ളം പോലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. അതാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോഴാണ് നമുക്കിത് ഈ ഒരു റൊട്ടിയുണ്ട്, ഇത് റിഗാഗ് എന്ന് പറയും. ഇത് ഗോതമ്പാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് അത് ഡ്രൈ ആയിട്ടുള്ളത് നമുക്കതിനെ മേടിക്കാൻ കിട്ടും. അതാണ് ഈ സംഭവം. അത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഈ ഒരു ചിക്കൻ്റെ വെള്ളവും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം, കാരണം ഈ ഒരു റിഗാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കറി ഇങ്ങനെ ഒഴിക്കുമല്ലോ, അതിന് ഒഴിച്ചിട്ട് വേണം അതിനെങ്ങനെ കുതിർത്തിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് അതിനങ്ങനെ കുതിരാൻ വെക്കണം. നിങ്ങളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല ഈ ഒരു കറിയുടെ ലൂസ് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. ഇതേപോലെ തന്നെ വേണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സംഭവം റെഡിയായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടും ഉള്ളൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ അറബ്സ് കൂടുതലും ഈ ഒരു നോമ്പ് സമയത്തൊക്കെ നോമ്പ് സമയത്ത് അല്ലാതെയും അവരൊരു മെയിൻ ഡിഷ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിഷ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ബൈ.